കാശ്മീരിൽ ശ്രീനഗറിൽ റെൻ്റ് ബൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലമാണ് കാശ്മീർ ട്രാവലോഗ്. അപ്പം നമ്മളിവിടെ ബൈക്ക് റെൻ്റ് എടുക്കാൻ വേണ്ടി കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിലേറ്റവും കൺവീനിയൻറ്റും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്ക് നമുക്ക് കിട്ടിയത് ഈ കാശ്മീർ ട്രാവലോഗ് എന്നാണ്. ഇവിടെ എന്ന് പറയുന്നത് സ്കൂട്ടർ മുതൽ നമുക്ക് കാറ് വരെ കിട്ടും. ഏകദേശം ഒരു 500-600 റേഞ്ച് മുതൽ സ്കൂട്ടർ നമുക്ക് കിട്ടും. ഇനി ഹണ്ടർ, 350, ബുള്ളറ്റ്, സ്റ്റാൻഡേർഡ്, ക്ലാസിക്, പിന്നെ ഹിമാലയൻ, എല്ലാ തരം ബൈക്കും ഏകദേശം നമുക്ക് ഓഫ് റോഡ് പോകാൻ പറ്റുന്നതും അതേമാതിരി റോഡിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല ബൈക്കുകളും ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ബൈക്കുകളാണ് ഇവരുടെ സ്റ്റോക്കിലുള്ളത്. നമ്മൾ പോയപ്പോൾ പലതും കസ്റ്റമേഴ്സ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബാക്കി ഇല്ലാത്ത, അതായത് കസ്റ്റമേഴ്സ് കൊണ്ടുപോകാത്ത ബൈക്കുകളാണ് ഇപ്പോൾ അവർ ഈ ഷെഡിൽ നിർത്തി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ പല ആൾക്കാരത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര വരും ഓരോ ബൈക്കിനെന്ന് ചോദിച്ച സമയത്ത് അവർ മിനിമം 350cc ബൈക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1300. നമ്മൾ എത്ര ബാർഗെയിൻ ചെയ്തിട്ടും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന 1200 വരെ, അത്രയാണ് ഒരു ദിവസത്തിനുള്ള പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്തത് ഇവരാണ് 1000 രൂപ, 900 അല്ലെങ്കിൽ ഹണ്ടറാണ് ഇപ്പോൾ നമ്മൾ എടുത്ത വണ്ടി. ഹണ്ടറിന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 350cc വണ്ടിക്ക് 1000 രൂപ പെർ ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ 1200 പിന്നെയും പറഞ്ഞു. അപ്പോൾ നമ്മൾ മുന്നേ വിളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ 1000 രൂപയിൽ നമ്മൾ പറഞ്ഞ് ഫിക്സ് ചെയ്തതിന് ശേഷം വണ്ടി എടുക്കാൻ വേണ്ടി വരിക. അപ്പോൾ ഇവരുടെ ഓഫീസുണ്ട്, ആ ഓഫീസിൽ പോയിട്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പേപ്പറൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് ബൈക്ക് കിട്ടുള്ളൂ. പിന്നെ ബൈക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് ബൈക്ക് എന്താ പറയുക, അതിൻ്റെ കണ്ടീഷനും കേടുപാടുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബൈക്ക് അവിടെ റെൻറ്റിന് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻ്റ് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ലൈസൻസിൻ്റെ കോപ്പി ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേമാതിരി ഏതെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി നമ്മളവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ ബൈക്കിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ആണോ, ഇൻഷുറൻസ്, അതിൻ്റെ ബൈക്കിൻ്റെ RC അതൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ട് വണ്ടി എടുക്കുക. വണ്ടിയുടെ എല്ലാം ചുറ്റും നടന്നിട്ട് എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പാക്കേജ് എടുത്തിട്ട് വന്നിട്ട് അവരുടെ ടാക്സിയിൽ കയറിയിട്ട് പോയി സ്ഥലം വിസിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എൻജോയബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ബൈക്ക് എടുത്ത് എല്ലാ സ്ഥലം കാണുമ്പോഴായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിവിടെ വന്നിട്ട് ടാക്സി എടുത്ത് പോകാനോ നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗുൽമർഗിലേക്ക് മാത്രം അവർ ടാക്സി ചാർജ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തിന് 3000 രൂപയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ബൈക്ക് എടുത്ത് പോകുകയെന്നുണ്ടെങ്കിൽ 1000 രൂപ മാത്രം. ഇപ്പോൾ ഒരാൾക്ക് 3000 എന്ന് പറയുന്നത് 2 ആൾക്ക് 6000 രൂപ വരെ ടാക്സി വരും. അതല്ലാണ്ട് ബൈക്ക് എടുത്ത് പോകുകയെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് 1000 രൂപ മാത്രം നമുക്ക് റെൻറ്റ് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പെട്രോൾ അടിക്കാമെന്ന് പറഞ്ഞത് ഏകദേശം 100-200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മതിയാവും.